മാത്രമല്ല ഇറാന്റെ ആവശ്യം ഒന്നേ ഉള്ളൂ. അതായത് ഇറാന് നേരെയുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, അത് മയപ്പെടുത്തുക. പക്ഷേ അമേരിക്കയ്ക്ക് പ്രഖ്യാപിതമായ ഒരു ഒബ്ജക്റ്റീവും അപ്രഖ്യാപിതമായ രണ്ട് ഒബ്ജക്റ്റീവും ഉണ്ട്. ആ ഒബ്ജക്റ്റീവിനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരികയാണ്. അതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനത്തിന് ശേഷം കുറച്ചുകൂടി കടുപ്പിക്കുന്ന അമേരിക്കയെ കാണുന്നത്. അതുകൊണ്ട് റെജീം ചേഞ്ച് ആത്യന്തികമായി ആയത്തുള്ള അലി ഖൊമൈനി നയിക്കുന്ന ഭരണകൂടം മാറിയേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇറാനിലൊരു പുതിയ യുഗം പിറവി വരൂ. എങ്കിൽ മാത്രമേ ഇറാനുമായി ഡീൽ ചെയ്യാനാവൂ എന്നൊരു അമേരിക്കൻ ഒരു കാഴ്ചപ്പാട് കൂടുതൽ പ്രബലമായി വരുന്നു. അതേപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ ശേഖരം, ഒരു റെജീം ചേഞ്ച് വന്നാൽ സ്വാഭാവികമായി മിസൈൽ ശേഖരം കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് മിസൈൽ ശേഖരം കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി കുറയ്ക്കുക, റെജീം ചേഞ്ച് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ സീറോ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, യുറേനിയം എൻറിച്ച്മെൻറ്റ് 3.6% ഈ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി മുൻ കരാറിൽ 2015 കരാറനുസരിച്ച്, ഒബാമയുടെ കാലഘട്ടത്തിലെ കരാറനുസരിച്ച് ആ ഒരു ലെവലിൽ സമ്പുഷ്ടീകരണം അനുവദനീയമാണ്. പക്ഷേ അതിനേക്കാൾ വളരെ മുന്നോട്ട് പോയി ഇറാൻ 60%, അത് വെപ്പൺ ഗ്രേഡിന് തൊട്ട് താഴെയാണ്, 60% യുറേനിയം U-235 സമ്പുഷ്ടീകരിക്കുമ്പോൾ അത് ത്രഷ് ഹോൾഡ് പവറായി മാറുന്നു. അതുകൊണ്ട് ഇറാൻ 90% അതിനും മുകളിലേക്ക് സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ ആണവായുധം വെപ്പൺ ഗ്രേഡ് ആയി കഴിഞ്ഞു. പിന്നീട് ഒരു യുദ്ധം കൊണ്ട് ആക്രമിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നൗ ഓർ നെവർ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രണ്ട് വശത്തെയും പ്രിഫറൻസസ് അതുപോലെ നിൽക്കുന്നു. നെഗോസിയേഷൻ ഫ്രെയിംവർക്കായി എന്ന് പറയുന്നു, ഒബ്ജക്റ്റീവ്സും ഫ്രെയിംവർക്കുമായി എന്ന് പറയുന്നു. പക്ഷേ ആ ഫ്രെയിംവർക്കിൽ ഒരു എഗ്രിമെൻറ്റും ആയതായി ഇതുവരെ സൂചനയില്ല 2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷവും.